ഒരു പാർട്ടി മാത്രമാണ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇലക്ഷന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ മാറി ഒരു മാറ്റം വരണം. കോൺഗ്രസ് വരണം. ഈ പ്രാവശ്യം ആര് ജയിക്കാനാ സാധ്യത? പറയാറായിട്ടില്ല. ലത ചേച്ചിയുടെ വോട്ട് ഇവിടെ കൊഞ്ചുള്ള കോവിലിന്റെ ആണ്. തിരുവനന്തപുരം. ആരാ ജയിക്കാൻ സാധ്യതയുള്ളൂ? ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? എനിക്ക് പാർട്ടി ഞാൻ അപ്പോഴപ്പോഴും കാണുന്നവർക്ക് അങ്ങ് വോട്ട് ചെയ്യാം. ചേട്ടൻ്റെ വോട്ട് എവിടെ? എനിക്ക് വഞ്ചിയൂർ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് തന്നെ പ്രമുഖ സ്ഥാനാർത്ഥികളെയാണ് ശ്രീനിവാസപുരം വാർഡാണ്. പ്രമുഖ സ്ഥാനാർത്ഥികളെയാണ് എല്ലാവരും അണിനിരത്തി. സ്ഥാനാർത്ഥിയാണ്. ആര് ജയിക്കാനാ സാധ്യത? നമുക്ക് എല്ലാവരും ഒരു അഭിപ്രായം തന്നെയാണ്. ഞാനിപ്പം ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയല്ല, എന്തായാലും ചെയ്യാം. ആര് ജയിക്കാനാ സാധ്യത? അതങ്ങനെ പറയാറായിട്ടില്ല. അതാണ്. എന്നാലും ഒരു മുൻതൂക്കം ആർക്കായിരിക്കും? മുൻതൂക്കം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വോട്ട് ചെയ്യുമോ? ആര് ജയിക്കാനാ സാധ്യത? പറയാനൊക്കത്തില്ല. ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ ജോണിന് സാധ്യത ഉണ്ടെങ്കിലും നമ്മളെ ചില ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്ക് കഥ മാറും. മുമ്പ് ഞാൻ CPM ആയിരുന്നു. ഇപ്പോൾ ഞാൻ വ്യക്തികളെ നോക്കിയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടൻ്റെ വോട്ട് ആർക്കാ ഇപ്രാവശ്യം? വോട്ട് കേട്ടില്ല. കൈപ്പത്തിക്ക്. ചേച്ചിയുടെ വോട്ട് കൈപ്പത്തിക്ക്. ചേട്ടൻ്റെയോ? എന്റെ കൊടുക്കൂലേ? അവർക്കറിയാം, ഞാൻ അവരൊക്കെ കൊടുക്കും. ആണോ? എന്തുകൊണ്ടാണ് കൈപ്പത്തിക്ക് കൊടുക്കാൻ കാരണം? ഒരു പാർട്ടി മാത്രം ഭരിച്ചാ പോരെ, എല്ലാവരും ഭരിക്കട്ടെ. പിന്നെ പിന്നെ ഇലക്ഷൻ വേണ്ടല്ലോ. ഈ ഒരു പാർട്ടി മാത്രമാണ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇലക്ഷന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ മാറി ഒരു മാറ്റം വരണം. കോൺഗ്രസ് വരണം. ഉറപ്പായും വരണം. വോട്ട് ചെയ്യുന്നുണ്ടോ? എവിടാ വോട്ട്? തിരുവനന്തപുരം. ആര് ജയിക്കാനാ സാധ്യത? അറിയത്തില്ല. വോട്ടുണ്ടോ? തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഈ പ്രാവശ്യം നിർത്തിയിരിക്കുന്നത്. 3 കക്ഷികളും. ആര് ജയിക്കാനാ സാധ്യത? എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാറ്റം വരണമെന്നാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ഭരിക്കുന്നതല്ലാതെ 2 കക്ഷികളുണ്ട്, അവർക്കാണ് സാധ്യത കൂടുതൽ സാധ്യത. ഇപ്പോഴത്തെ ഇലക്ഷൻ ഒന്നും പറയാനില്ല. ആര് ജയിക്കുമെന്ന് ആർക്കും ഒന്നും ആർക്കും CP ജോൺ ജയിക്കുന്നൊക്കെ കുറെ അഭിപ്രായം പറയുന്നുണ്ട്. CP ജോൺ വരും. മാറ്റം ഉണ്ടാവും.